ഏവർക്കും ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSC ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് ആദ്യമായി അപേക്ഷ ക്ഷണിക്കുവാൻ പോവുകയാണ്. അതിനുള്ള നോട്ടിഫിക്കേഷൻ ജൂലൈ 30 ഇറങ്ങുന്ന ഗസറ്റിൽ ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 4 വരെ ഇതിന് ചേർന്ന ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യമായാണ് കേരള PSC ഇത്തരമൊരു പോസ്റ്റ് വിളിക്കുന്നത്. ഡിപ്ലോമ ഇൻ ഡയറി സയൻസ്, ഡിപ്ലോമ ഇൻ പൗൾട്രി പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്സ് മുതലായ ഡിപ്ലോമ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പരീക്ഷയ്ക്ക് വരുന്ന സിലബസ് എന്ന് ആദ്യമായി എക്സാം വിളിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഏണസ്റ്റ് അക്കാദമി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഡയറി സയൻസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഈ പരീക്ഷ എഴുതുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടതായ വളരെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് മിൽക്ക് ആണ്. എന്താണ് കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, അല്ലെങ്കിൽ എന്താണ് പാലിൽ അടങ്ങിയിരിക്കുന്നത്? അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കോമ്പോസിഷൻ ഓഫ് മിൽക്കിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പാൽ എന്താണ് അറിഞ്ഞിരിക്കണം. പാലിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നൽകിയിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോർമൽ മെമ്മറി സെക്രീഷൻ. പശുവിന്റെ അകിടിൽ നിന്ന് വരുന്ന ഒരു നോർമൽ സെക്രീഷൻ ആണ്. അബ്നോർമലായി അസുഖമുള്ള അവസ്ഥയിലൊന്നും ആവരുത്. അബ്നോർമൽ ആയിട്ടുള്ള സെക്രീഷൻ അല്ല, നോർമൽ മെമ്മറി സെക്രീഷൻ ആണ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം കംപ്ലീറ്റ് മിൽക്കിംഗ് ഓഫ് ഹെൽത്തി മിൽച്ച് ആനിമൽ. മിൽച്ച് ആനിമൽസ് എന്ന് പറയുന്നത് പാല് കറന്നെടുത്ത് പാലിന്റെ ആവശ്യത്തിനായി നമ്മൾ വളർത്തുന്ന ആനിമൽസിനാണ് മിൽച്ച് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മിൽച്ച് ആനിമൽസിന്റെ കംപ്ലീറ്റ് മിൽക്കിംഗ് പല രീതിയിലുണ്ട്. കംപ്ലീറ്റ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഉണ്ട്. അതിനകത്ത് കംപ്ലീറ്റ് മിൽക്കിംഗ് വഴി നമുക്ക് ലഭിക്കുന്ന ഒരു നോർമൽ മാമറി സെക്രീഷൻ ആണ്, ഹെൽത്തി മിൽച്ച് ആനിമലിൽ നിന്ന് ലഭിക്കുന്ന ഒരു നോർമൽ മാമറി സെക്രീഷൻ ആണ് പാല്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രൊവൈഡ് ചെയ്യാതെ, അതായത് ഇൻഡിക്കേറ്റ് ചെയ്യാതെ ആ പാലിൽ നിന്ന് ഒന്നും മാറ്റുവാനോ ഒന്നും അതിലേക്ക് ചേർക്കുവാനോ ഉള്ള അനുവാദമില്ല. ഒന്നും മാറ്റുവാനോ എന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് മുതലായ സംഭവങ്ങൾ മാറ്റുക. അത് നമ്മൾ ടോൺഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ ഇറക്കുന്നത് അതവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ടോൺഡ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്താൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്നും എക്സ്ട്രാക്ട് ചെയ്യാനുള്ള അനുവാദമില്ല. അതുപോലെ തന്നെ ഒന്നും ചേർക്കുവാനും അനുവാദമില്ല. ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിൽ കാണുന്നുണ്ടാവും ഫോർട്ടിഫൈഡ് മിൽക്ക് എന്ന് പറയുന്നത്, വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് മിൽക്ക്. അത് പക്ഷെ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് ഓക്കെയാണ്. വിത്തൗട്ട് ഐദർ അഡീഷൻ ദെർടു ഓർ എക്സ്ട്രാക്ഷൻ ദെർഫ്രം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാതെ ഒന്നും അതിലേക്ക് ചേർക്കുവാനോ ഒന്നും അതിൽ നിന്ന് മാറ്റുവാനോ ഉള്ള അനുവാദമില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം കൊളസ്ട്രം. കൊളസ്ട്രം എന്ന് പറയുന്നത് കഞ്ഞിപ്പാലാണ്. പശു പ്രസവിച്ച് തുടക്കത്തിൽ വരുന്ന കുറച്ച് ദിവസത്തേക്ക് വരുന്ന പാലിനെയാണ് കഞ്ഞിപ്പാൽ എന്ന് പറയുന്നത്. അത് വളരെ ആന്റിബോഡി റിച്ച് ആയിട്ടുള്ള യങ് വണ്ണിന്റെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഉതകുന്ന ഒരു പാലിനെയാണ് കഞ്ഞിപ്പാൽ എന്ന് പറയുന്നത്. ആ കൊളസ്ട്രത്തിനെ മിൽക്കിന്റെ ഡെഫിനേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നോർമൽ മിൽക്ക് അല്ല. ഇത്തരം കാര്യങ്ങളാണ് FSSA പാലിനെ കുറിച്ച് തന്നിരിക്കുന്ന ഡെഫിനിഷൻ. ഇനി അടുത്തത് നമുക്ക് കോമ്പോസിഷനിലേക്ക് കിടക്കാം. എന്താണ് പാലിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാലിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? പാല് നിങ്ങൾക്കറിയാം വെള്ളം പോലെയാണ്. പാലൊരു ലിക്വിഡ് ആണ്. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായും 87% വെള്ളം തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ബാക്കി 13% മാത്രമേ ബാക്കിയുള്ള ഖരപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ടോട്ടൽ സോളിഡ്സ് പാലിൽ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഖരപദാർത്ഥങ്ങളിലാണ് ഇനി നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നത്. ഈ ഖരപദാർത്ഥങ്ങളെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്. ഫാറ്റ്, കൊഴുപ്പ്, പിന്നെയുള്ളത് സോളിഡ്സ് നോട്ട് ഫാറ്റ് ആണ്, SNF എന്ന് പറയുന്ന സംഭവം. ഈ ഫാറ്റും സോളിഡ്സ് നോട്ട് ഫാറ്റുമാണ് പാലിന്റെ വില നിയന്ത്രിക്കുന്നതിൽ വളരെ വലിയൊരു റോള് കളിക്കുന്നത്. ഈ ഫാറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ വിൽക്കപ്പെടുന്ന പശുവിൻ പാൽ എന്നുള്ള ലേബലിൽ വിൽക്കപ്പെടുന്ന പാലിൽ മിനിമം 3.2% എങ്കിലും ഫാറ്റ് ഉണ്ടായിരിക്കണം. മാത്രമല്ല 8.3% എങ്കിലും SNF ഉണ്ടായിരിക്കണം. പശുവിൻ പാൽ എന്നുള്ള ലേബലിൽ വിൽക്കപ്പെടുന്ന പാലിന്റെ കാര്യമാണ് പറഞ്ഞത്. ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞുള്ള മാർക്കറ്റ് മിൽക്ക്,
അത്തരം പാലിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ല പറഞ്ഞത്. വെറും പശുവിൻ പാൽ, കൗ മിൽക്ക് എന്ന് പറഞ്ഞ പേരിൽ ഇറക്കപ്പെടുന്ന പാലില് മിനിമം കാണപ്പെടേണ്ട ഫാറ്റ് 3.2%, മിനിമം കാണപ്പെടേണ്ട SNF 8.3%. ഈ വാല്യൂസ് ഓർത്തിരിക്കുക. FSSA ഇറക്കുന്ന റെഗുലേഷനിൽ അറ്റ് പ്രസന്റ് ഉള്ള വാല്യൂ ആണ് ഈ 3.2ഉം 8.3ഉം. കേരളത്തിൽ വിൽക്കപ്പെടുന്ന പാലിലുള്ള വാല്യൂസ് ആണിത്. വേറെ സ്റ്റേറ്റുകളിൽ ആ സ്റ്റേറ്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് അവർ ഫാറ്റും SNF ഒക്കെ വേരി ചെയ്തിരിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് SNF, സോളിഡ്സ് നോട്ട് ഫാറ്റ്. എന്തൊക്കെ സോളിഡ്സ് നോട്ട് ഫാറ്റ് ഉണ്ട്? അത് മെയിൻ ആയിട്ടുള്ളത് ലാക്ടോസ്, പാലിൽ കാണപ്പെടുന്ന ഷുഗറാണ് ലാക്ടോസ്. പിന്നെയുള്ളത് പ്രോട്ടീൻ, പിന്നെയുള്ളത് ആഷ് കണ്ടന്റ് ആണ്. ഇത്തരം കാര്യങ്ങളാണ് SNFൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്ത് രൂപത്തിലാണ് ഈ പദാർത്ഥങ്ങളെല്ലാം പാലിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കണം, ഇത്തരം കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇതിനകത്ത് തന്നെ പാലിൽ കാണപ്പെടുന്ന വസ്തുക്കളിൽ ഏറ്റവും വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈസിലി മാറ്റപ്പെടുന്നത്, അതായത് ഒരു പശുവിന്റെ പാലിൽ നിന്ന് മറ്റൊരു പശുവിന്റെ പാലിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഫാറ്റിന്റെ കണ്ടന്റ് വളരെയധികം വേരിയേഷൻ കാണപ്പെടാറുണ്ട്. നമ്മളിവിടെ നമ്മുടെ ലോക്കലായിട്ടുള്ള പശുവിൽ തന്നെ നോക്കിയാൽ മതി. ഒരേ തൊഴുത്തിൽ വളർത്തുന്ന ഒരു പശുവിന്റെ പാലിൽ കാണുന്ന ഫാറ്റ് പെർസെൻറ്റേജ് ആയിരിക്കില്ല മറ്റേ പശുവിന്റെ പാലിൽ കാണുന്നത്. അപ്പോൾ ഫാറ്റ് ആണ് ഏറ്റവും വേരിയബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത്. അതേസമയം ലീസ്റ്റ് വേരിയബിൾ, വലിയ മാറ്റങ്ങളൊന്നും കാണപ്പെടാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് ലാക്ടോസ്. പാലിലെ ഷുഗറായ ലാക്ടോസ് ആണ് ലീസ്റ്റ് വേരിയബിൾ കോൺസ്റ്റിറ്റ്യൂവന്റ്. ഇത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഫാറ്റ് എന്ത് അവസ്ഥയിലാണ് പാലിൽ കാണപ്പെടുന്നത്? ഫാറ്റ് ഒരു ഇമൽഷൻ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഇമൽഷൻസ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇമൽഷൻ, സസ്പെൻഷൻ, ട്രൂ സൊല്യൂഷൻ ഒക്കെ ഉണ്ട്. അതിനകത്ത് ഇമൽഷൻ സ്റ്റേറ്റിലാണ് ഫാറ്റ് പാലിൽ കാണപ്പെടുന്നത്. അത് എന്ത് ടൈപ്പ് ഇമൽഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്? ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ ആയിട്ടാണ്. നിങ്ങൾക്കറിയാം പാലിൽ കൂടുതൽ കാണപ്പെടുന്ന വെള്ളമാണ്. വെള്ളത്തിലെ എണ്ണത്തുള്ളികൾ പോലെ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ആയിട്ടാണ് പാലിൽ ഫാറ്റ് കാണപ്പെടുന്നത്. അതേസമയം ബട്ടറിലേക്ക് പോകുമ്പോൾ, ബട്ടർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കുന്ന ബട്ടർ. ആ ബട്ടറിലേക്ക് പോകുമ്പോൾ ബട്ടർ കുറച്ചും കൂടി സോളിഡ് ആയിട്ടുള്ള സംഭവമാണ്. ബട്ടറിൽ കാണപ്പെടുന്നത് വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ ആയിട്ടാണ് ബട്ടറിലുള്ള ഫാറ്റ് കാണപ്പെടുന്നത്. അതിനകത്ത് ഫാറ്റാണ് കൂടുതൽ, അതുകൊണ്ടാണ് വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ ആയിട്ട്, ഓയിലിൽ വളരെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ കിടക്കുന്ന രീതിയിലാണ് ബട്ടറിലെ ഫാറ്റ് കാണപ്പെടുന്നത്. ഇനി അടുത്തത് കെസീൻ. കെസീൻ എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ള മിൽക്ക് പ്രോട്ടീൻ ആണ്. കെസീൻ കാണപ്പെടുന്നത് കൊളോയിഡൽ ഡിസ്പേർഷൻ ആയിട്ടാണ്. അതിനെ നമ്മൾ മിസെല്ലി എന്ന് പറയും. കാൽസ്യം ഫോസ്ഫേറ്റുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇത് മിസെല്ലി രൂപത്തിൽ പാലിൽ കാണപ്പെടുന്നത്. പിന്നെയുള്ളത് ലാക്ടോസ് ആണ്. ലാക്ടോസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ട്രൂ സൊല്യൂഷൻ ഫോമിൽ തന്നെയാണ് പാലിൽ കാണപ്പെടുന്നത്. ഇതൊക്കെയാണ് പാലിലുള്ള വസ്തുക്കളുടെ അവസ്ഥ. ഇനി പാലിൽ വേറെ കാണപ്പെടുന്ന ഒരു വസ്തുവാണ് സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. സെൽസ് ആണത്. സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ അകിടിന്റെ ഉള്ളിലുള്ള പശുവിന്റെ പാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന അകിടിന്റെ ഉള്ളിലുള്ള സെല്ലുകളാണ്, നോർമലി കാണപ്പെടുന്ന സെല്ലുകളാണ് സൊമാറ്റിക് സെൽസ്. ഏതൊരു സെല്ലും പോലെ ഈ ഓരോ സൊമാറ്റിക് സെൽസിനും അതിന്റെ ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്. അതിനുശേഷം അതിന്റെ ലൈഫ് കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു പോകും. നോർമൽ കേസാണ്, അത് കൊഴിഞ്ഞു പോകും. അപ്പൊ ഈ കൊഴിഞ്ഞു പോകുന്ന സൊമാറ്റിക് സെൽസ് പാലിലൂടെ പുറത്തേക്ക് വന്ന് അങ്ങനെയാണ് അത് എക്സ്പെൽ ആവുന്നത്. ഇപ്പോൾ സൊമാറ്റിക് സെൽസ് പാലിൽ സാധാരണയായി കാണപ്പെടുന്ന സെൽസ് ആണ്. എന്നാൽ അബ്നോർമൽ കണ്ടീഷൻസ് ആയിട്ടുള്ള മാസ്റ്റൈറ്റിസ്, അകിടുവീക്കം പോലുള്ള അബ്നോർമൽ കണ്ടീഷൻസിൽ ഈ സൊമാറ്റിക് സെൽസിന്റെ അളവ് കൂടുതലായി കാണപ്പെടാറുണ്ട്. അപ്പോൾ സൊമാറ്റിക് സെൽസ് നോർമലി കാണപ്പെടുന്ന സെൽസ് ആണ്. അപ്പോൾ അബ്നോർമാലിറ്റി ഉണ്ടോ എന്നറിയാനായിട്ട് സൊമാറ്റിക് സെൽസിന്റെ എണ്ണം നോക്കിയാലും മതിയാവും. ഇനി കുറച്ച് പോയിന്റ്സ് ഓർത്തിരിക്കേണ്ടത്, വെള്ളമാണ്, വാട്ടറാണ് പാലിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ്. മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്, മേജർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് വെള്ളമാണ്. ബാക്കിയുള്ള വസ്തുക്കളെല്ലാം ഒന്നെങ്കിൽ അതിൽ ഡിസോൾവ് ആയിട്ടോ അല്ലെങ്കിൽ സസ്പെൻഡഡ് ആയിട്ടാണോ കാണപ്പെടുന്നത്. ഇനി പാലിലെ വെള്ളത്തിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് പാലിന്റെ ഷെൽഫ് ലൈഫ്, മിൽക്കിന്റെ ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന കാലാവധിയാണ് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽപ്പൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാൽപ്പൊടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പാൽപ്പൊടി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലിട്ട് നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. കാരണം എന്താ? പാൽപ്പൊടിയിലുള്ള പാലിൽ നിന്നുള്ള വെള്ളം മുഴുവൻ മാറ്റി കഴിയുമ്പോഴാണ് നമുക്ക് പാൽപ്പൊടി കിട്ടുന്നത്. അപ്പൊ വെള്ളത്തിന്റെ റിമൂവല് അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ റൂം ടെമ്പറേച്ചറിൽ പുറത്ത് തന്നെ കൂടുതൽ നാള് സൂക്ഷിക്കാൻ കഴിയുന്നത്.
ഇനി അടുത്തതാണ് ഫാറ്റ്. ഫാറ്റ് എന്ന് പറയുന്നത് എമൽഷൻ ആയിട്ട് ഗ്ലോബ്യൂൾസ് ആയിട്ട് ഗ്ലോബുലാർ എമൽഷൻ ആയിട്ടാണ് പാലിൽ കാണപ്പെടുന്നത്. അപ്പൊ ഈ ഗ്ലോബ്യൂൾസിന്റെ ചുറ്റും അത് വെള്ളത്തിൽ നിൽക്കണമല്ലോ, വെള്ളത്തിൽ അത് സസ്പെൻഡ് ചെയ്ത് നിൽക്കണം, അതൊരു എമൽഷൻ ഫോമിൽ അത് നിൽക്കണമെങ്കിൽ അതിന്റെ ചുറ്റും ഒരു ഫോസ്ഫോലിപ്പിഡ് ലെയർ പ്രസന്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് അതിന് എമൽഷൻ രൂപത്തിൽ പാലിൽ നിൽക്കാൻ സാധിക്കുന്നത്. ആ ഫോസ്ഫോലിപ്പിഡ് ലെയറിന്റെ പേരാണ് മിൽക്ക് ഫാറ്റ് ഗ്ലോബ്യൂൾ മെംബ്രെയിൻ അല്ലെങ്കിൽ MFGM എന്ന് പറയുന്നത്. ഇനി പാലിൽ കൂടുതലായി കാണപ്പെടുന്ന, പശുവിൻ പാലിൽ കൂടുതലായി കാണപ്പെടുന്ന ഫാറ്റി ആസിഡ്സ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സാച്ചുറേഷൻ അൺസാച്ചുറേഷൻ എന്ന് പറയുന്ന ഡബിൾ ബോൺസ് ട്രിപ്പിൾ ബോൺസിന്റെ എല്ലാം പ്രസൻസിലാണ് നമ്മൾ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ പശുവിൻ പാലിൽ കൂടുതലായി കാണപ്പെടുന്ന സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. അതിൽ തന്നെ ഏറ്റവും അധികമായി കാണപ്പെടുന്ന സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് പാൽമിറ്റിക് ആസിഡ് ആണ്. അതേസമയം പശുവിൻ പാലിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കുറച്ച് കാണപ്പെടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഒലീക് ആസിഡ് ആണ്. അതിന്റെ എത്ര കാർബൺ ഉണ്ട്, എത്ര അൺസാച്ചുറേറ്റഡ് ബോണ്ട് ഉണ്ട് എന്നൊക്കെയാണ് ഇവിടെ അതിന്റെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഒലീക് ആസിഡ് ആണ് ആൻസർ. ഇനി പ്രോട്ടീൻസിലേക്ക് വരുമ്പോൾ പാലിൽ മെയിൻ ആയിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് കെസീൻ ആണ്. കെസീൻ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും. പനീർ പക്കോട അല്ലെങ്കിൽ പനീർ ബട്ടർ മസാല എന്നൊക്കെ പറയുന്ന കറികളിൽ കാണുന്ന പനീർ എന്ന് പറയുന്ന സംഭവം, ഒരു വെളുത്ത കളറിൽ കാണുന്ന ആ പനീർ എന്ന് പറയുന്ന സംഭവം ഈ കെസീനിന്റെ ഒരു സോളിഡ് ആയിട്ടുള്ള ഫോമാണ്. കെസീനിൽ ഫാറ്റും എല്ലാം മിക്സ് ആയിട്ടുള്ള കെസീനാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ്. അതാണ് ഈ കെസീൻ എന്ന് പറയുന്നത്. കെസീനാണ് പ്രിൻസിപ്പൽ മിൽക്ക് പ്രോട്ടീൻ ആണ്. ഇനി പ്രോട്ടീൻസ് വേറെയുണ്ട്. അതിന് നമ്മൾ വേ പ്രോട്ടീൻസ് എന്ന് പറയും. വേ പ്രോട്ടീൻസ് ലിക്വിഡിൽ വെള്ളത്തിൽ അലിഞ്ഞാണ് കാണപ്പെടുന്നത്. വേ പ്രോട്ടീൻസ് മെയിനായിട്ട് പശുമ്പാലിൽ കാണപ്പെടുന്ന വേ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ആൽഫ ലാക്ടാൽബുമിനും ബീറ്റ ലാക്ടോ ഗ്ലോബുലിനുമാണ്. ഈ പേരുകൾ ഓർത്തിരിക്കുക. ഇനി പാലിൽ ഒരു അയൺ ബൈൻഡിങ് ആയിട്ടുള്ള പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട്. അതായത് അയണിനെയും കൂടി ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ പാലിൽ കാണപ്പെടുന്നുണ്ട്. അതിന്റെ പേരാണ് ലാക്ടോ ട്രാൻസ്ഫെറിൻ. പേര് ഓർത്തിരിക്കാൻ പറ്റും. ലാക്ടോ എന്ന് പറയുന്നത് പാലുമായി ബന്ധപ്പെട്ടുള്ളതിനെ ലാക്ടോ എന്ന് പറയും. ട്രാൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഫെറിൻ അല്ലെങ്കിൽ ഫെറസ് എന്നൊക്കെ പറഞ്ഞാൽ അയേൺ ആണ് അർത്ഥം. അതാണ് ലാക്ടോ ട്രാൻസ്ഫെറിൻ എന്നുള്ള പേരാണ് അയൺ ബൈൻഡിങ് പ്രോട്ടീൻ ഫൗണ്ട് ഇൻ മിൽക്ക്. അടുത്തത് കുറച്ച് എൻസൈംസിനെ കുറിച്ചാണ് പറയാനുള്ളത്. പാലിൽ നോർമലി കുറച്ച് എൻസൈംസ് കാണപ്പെടുന്നുണ്ട്. അതിനകത്ത് കുറച്ചധികം എൻസൈംസ് ഉണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം. ഫോസ്ഫറ്റേസ് എൻസൈംസ്, ആസിഡ് ഫോസ്ഫറ്റേസ് എൻസൈം ഉണ്ട്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എൻസൈം ഉണ്ട്. ഇതെല്ലാം പാലിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്നത് ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ് പാസ്ചറൈസേഷൻ എഫിഷ്യൻസി ഓഫ് മിൽക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻസൈം. പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് പാലിൽ രോഗത്തിന് ഉണ്ടാക്കാൻ പത്തോജനിക് ആയിട്ടുള്ള മൈക്രോബ്സിനെ, രോഗം വരുത്താൻ, മനുഷ്യർക്ക് രോഗം വരുത്താൻ കാരണക്കാരായ മൈക്രോബ്സിനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രൊസീജിയറാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, അതെന്താണെന്നൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം. അപ്പൊ ഇത്തരം പാസ്ചറൈസേഷൻ നടന്നിട്ടുണ്ടോ, നമുക്ക് പാസ്ചറൈസ്ഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന പാലിൽ കറക്റ്റായി പാസ്ചറൈസേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഈ എൻസൈമിന്റെ പ്രസൻസും ആബ്സെൻസും വെച്ചാണ് പാസ്ചറൈസേഷൻ എഫിഷ്യൻസി ഓഫ് മിൽക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു എൻസൈമാണ് ലാക്ടോ പെറോക്സിഡേസ്. ലാക്ടോ പെറോക്സിഡേസ് എൻസൈമിന്റെ പ്രത്യേകത, അത് പാലിന്റെ കോൾഡ് പാസ്ചറൈസേഷൻ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ് ലാക്ടോ പെറോക്സിഡേസ്. പാസ്ചറൈസേഷൻ ഉണ്ട്, കോൾഡ് പാസ്ചറൈസേഷൻ ഉണ്ട്. കോൾഡ് പാസ്ചറൈസേഷൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രൊസീജിയറാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് കോൾഡ് പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്. അതെങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പൊ ഈ എൻസൈമിന്റെ പേര് ഓർത്തിരിക്കുക. ലാക്ടോ പെറോക്സിഡേസ് എൻസൈമാണ് കോൾഡ് പാസ്ചറൈസേഷൻ ഓഫ് മിൽക്കിന് ആവശ്യമായിട്ടുള്ള എൻസൈം. പിന്നെയുള്ള എൻസൈംസ് ആണ് സാന്തിൻ ഓക്സിഡേസ്, ലൈസോസൈം, കാറ്റലേസ് ഒക്കെ പാലിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് എൻസൈമാണ് പ്രോട്ടീനേസസ്. പലതരം പ്രോട്ടീനേസസ് പാലിൽ കാണപ്പെടുന്നുണ്ട്. അതിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് പ്ലാസ്മിൻ. ഈ പ്ലാസ്മിൻ എന്ന് പറയുന്ന പ്രോട്ടീനേസ് UHT മിൽക്കിൽ ഏജ് ജലേഷന് കാരണമാവാറുണ്ട്. ഏജ് ജലേഷൻ എന്ന് പറയുന്നത് ഏജ് ജലേഷനേക്കാളും മുൻപ് UHT മിൽക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം.
UHT മിൽക്ക് എന്ന് പറയുന്നത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റഡ് ആയിട്ടുള്ള മിൽക്കാണ്. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സാധാരണ നമ്മൾ വാങ്ങുന്ന പാക്കറ്റ് പാലെല്ലാം റെഫ്രിജറേറ്റഡ് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ട പാലുകളാണ്. അതേസമയം UHT പ്രോസസ്ഡ് ആയിട്ടുള്ള മിൽക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ അത് പൊട്ടിക്കുന്നത് വരെ, അത് ഓപ്പൺ ചെയ്യുന്നത് വരെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതിനാണ് UHT മിൽക്ക് എന്ന് പറയുന്നത്. ആ UHT മിൽക്ക് റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതിന് കുറച്ച് കൂടുതൽ നാള് ഷെൽഫ് ലൈഫ് ഉണ്ട്. അങ്ങനെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഏജ് ജലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ജെൽ ഫോർമേഷൻ, അതിന്റെ പാലിനടിയിൽ ഒരു ജെൽ ഫോർമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് കാരണക്കാരനായിട്ടുള്ള എൻസൈമാണ് പ്ലാസ്മിൻ എന്ന് പറയുന്ന എൻസൈം. അപ്പൊ ഇത്തരം എൻസൈംസിന്റെ പേര് ഓർത്തിരിക്കുക. അടുത്തതാണ് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറയുന്നത് പാലിൽ കാണപ്പെടുന്ന മേജർ കാർബോഹൈഡ്രേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പാലിലാണ് ലാക്ടോസ് കാണപ്പെടുന്നത്. പാലിൽ കാണപ്പെടുന്ന മേജർ കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ്. അടുത്തത് പാലിൽ കാണപ്പെടുന്ന മിനറൽസ് ആണ്. കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം ക്ലോറൈഡ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ പാലിൽ സാധാരണയായി കാണപ്പെടുന്ന മിനറൽസ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പാലിന്റെ കെമിക്കൽ കോമ്പോസിഷനെ കുറിച്ച് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പോകുന്നത് ഈ കെമിക്കൽ കോമ്പോസിഷനിൽ എങ്ങനെയൊക്കെ ഇത്രയും കമ്പോണൻസ് പാലിലുണ്ട് എന്ന് പറഞ്ഞു, അത് വേരി ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെ വേരിയേഷന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്ത 2-3 സ്ലൈഡിലായിട്ട് പറഞ്ഞു പോകുന്നത്. ഇത് കൂടുതൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ തുടർന്നുള്ള സ്ലൈഡുകളിൽ പറയുന്നുള്ളൂ. അപ്പോൾ അതിന് പാലിന്റെ കോമ്പോസിഷൻ വേരി ചെയ്യാനായിട്ട് മെയിനായി 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ജനറ്റിക് ഫാക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ജനറ്റിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ജനിതകപരമായ കാരണങ്ങളാൽ പാലിലെ കമ്പോണൻസ് മാറിയിരിക്കും. അതിന് സ്പീഷീസ് കാരണമായിരിക്കാം. ബ്രീഡ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പശുവിന്റെ 2 ബ്രീഡ്സ് ആണ് HF-ഉം ജേഴ്സി, ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ, ജേഴ്സി. ഇതെല്ലാം ബ്രീഡുകളാണ്. ഇനി ഇൻഡിവിജ്വൽ വേരിയേഷൻ, ഇത്തരം കാര്യങ്ങളാണ് ജനറ്റിക് ഫാക്ടേഴ്സ്. ഇനി ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി പശുവിൽ കാണപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. അതാണ് അതിന്റെ സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ. അത് പശു പാല് ചുരത്തുന്ന ആ ഒരു സമയത്തെ നമ്മൾ പല ഫേസുകളായി തിരിക്കും. ഏർലി ലാക്ടേഷൻ, മിഡ് ലാക്ടേഷൻ, ലേറ്റ് ലാക്ടേഷൻ എന്നൊക്കെ. ആ ലാക്ടേഷന്റെ സ്റ്റേജിനനുസരിച്ച് പാലിൽ കാണപ്പെടുന്ന കമ്പോണൻസിനും വേരിയേഷൻ സംഭവിക്കാറുണ്ട്. പിന്നെ പ്രഗ്നൻസി ആൻഡ് ഈസ്ട്രസ് ടൈം, പ്രഗ്നൻസിയുടെ സമയത്തും മതി കാണിക്കുന്ന സമയത്തും പാലില് വേരിയേഷൻസ് കാണാറുണ്ട്. പിന്നെ അതുപോലെ പശുവിന്റെ ഏജിനനുസരിച്ച് പാലില് വേരിയേഷൻസ് വരാം. പിന്നെ അതുപോലെ തന്നെ പശു പ്രസവിക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഫീഡിങ് എല്ലാം കാര്യമായി ശരിക്കും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് അതിന്റെ ബോഡി കണ്ടീഷൻ മാറി മറിഞ്ഞും വരാം. അപ്പൊ ബോഡി കണ്ടീഷൻ കാവിങ്ങും പാലിന്റെ കോമ്പോസിഷനെ വളരെയധികം ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇനി എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, ചുറ്റുപാടുമുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പശുവിന്റെ പാലിലെ കോമ്പോസിഷനെ ബാധിക്കുന്നത്? ഒന്ന്, അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നോർമലായി പാലിലെ കോമ്പോസിഷൻ മാറും. പിന്നെ അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഫീഡിനനുസരിച്ച് എന്തൊക്കെ ഫീഡ് കൊടുക്കുന്നു, റഫേജ് എത്ര കൊടുക്കുന്നു, കോൺസെൻട്രേറ്റ്സ് എത്ര കൊടുക്കുന്നു, അതിനനുസരിച്ചും പാലിന്റെ കോമ്പോസിഷൻ മാറി വരാം. പിന്നെ മിൽക്കിംഗ് മാനേജ്മെന്റ്, നമ്മൾ എത്ര തവണ ഒരു പശുവിനെ കറന്നെടുക്കുന്നു, അത് കറന്നെടുക്കുന്നത് കറക്റ്റ് ആയിട്ടാണോ, നല്ല രീതിയിലാണോ കറക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ടുള്ള മിൽക്കിംഗ് നടക്കുന്നുണ്ടോ, അതൊക്കെയാണ് മിൽക്കിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നോർമലി സീസൺ ആൻഡ് ക്ലൈമറ്റ്, ആ പശുവിനെ വളർത്തുന്ന ആ ഏരിയയിലുള്ള സീസണും ക്ലൈമറ്റിനൊക്കെ അനുസരിച്ചും പാലിന്റെ കോമ്പോസിഷൻ വേരി ചെയ്യാം. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ചൂട് പ്രദേശത്ത് വളർത്തുന്ന പശുവിനേക്കാൾ കൂടുതൽ തണുത്ത പ്രദേശത്ത് വളരുന്ന പശുക്കൾക്ക് പാലിന്റെ ഈൽഡ് കൂടുതലായിരിക്കും. അതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്. ഇനി ഇതിന്റെ കുറച്ച് വേറൊരു എക്സാമ്പിൾസ് ആണ് ഇനി അടുത്ത സ്ലൈഡിൽ പറയുന്നത്. ആദ്യത്തെ ഫാക്ടറാണ് ജനറ്റിക് ഫാക്ടേഴ്സ്. അപ്പൊ ജനറ്റിക് ഫാക്ടറിൽ ശ്രദ്ധിക്കേണ്ടത് ഹ്യൂമൻ മിൽക്കില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൽഫ ലാക്റ്റാൽബുമിൻ ആണ്. ഞാൻ പറഞ്ഞു പ്രോട്ടീൻസ്, കെസീൻസ് ഉണ്ട്, വേ പ്രോട്ടീൻസ് ഉണ്ട്. അതിനകത്ത് ഹ്യൂമൻ മിൽക്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വേ പ്രോട്ടീൻ ആണ് ആൽഫ ലാക്റ്റാൽബുമിൻ. അതേസമയം കൗ മിൽക്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ ലാക്ടോ ഗ്ലോബുലിൻസ് ആണ്. ഹ്യൂമൻ മിൽക്കിൽ ബീറ്റ ലാക്ടോ ഗ്ലോബുലിൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ കൗ മിൽക്ക് കുടിക്കുന്ന ചില മനുഷ്യർക്ക്, ചില ഹ്യൂമൻസിന്
മിൽക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കൗ മിൽക്കിൽ ബീറ്റ ലാക്ടോഗ്ലോബുലിൻസ് വളരെ അധികമായി കാണപ്പെടുന്നുണ്ട്. എല്ലാവർക്കും അല്ല, ചില മനുഷ്യർക്ക് പശുവും പാല് അലർജിയായി കാണപ്പെടാറുണ്ട്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബീറ്റ ലാക്ടോഗ്ലോബുലിൻസിന്റെ പ്രസൻസ് ആണ്. ഇനി വേറൊരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, അടുത്തൊരു പോയിന്റ് ഞാൻ പറഞ്ഞു, പാലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാലിലെ ഷുഗറാണ് ലാക്ടോസ് എന്ന്. പക്ഷേ ഒരു ഓർഡർ ഓഫ് ആനിമൽസിന് ലാക്ടോസ് ഇല്ല, അവരുടെ പാലിൽ ലാക്ടോസ് ഇല്ല. ആ ഓർഡറാണ് പിന്നിപ്പീഡ എന്ന് പറയും. അല്ലെങ്കിൽ സീ മാമൽസ് ആണ് അവര്. നമ്മുടെ സീൽ, കടൽ പന്നി എന്നൊക്കെ പറയുന്ന, സീ ലയൺ, സീ ഓട്ടേഴ്സ്, വാൾറസ് എന്നൊക്കെ പറയുന്ന ജീവികൾ വരുന്ന ഒരു ഓർഡറാണ് പിന്നിപ്പീഡ ഓർഡർ. അതിലുള്ള ജീവികൾക്ക് അവരുടെ പാലിൽ ലാക്ടോസ് ആബ്സെന്റ് ആണ്. അത് കൂടുതലായിട്ടും മിക്കവാറും അവരാ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെ പ്രത്യേകത, അവർ കൂടുതലും തണുത്ത സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വളരാനായി, നിങ്ങൾക്കറിയാം പാൽ എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക്, യങ് വൺസിന് വളരാനായിട്ടുള്ള ഒരു സോഴ്സാണ് മിൽക്ക്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലും വളരാനായി ആവശ്യമായി വരുന്നത് ഫാറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സീ മാമൽസിന്റെ പാലിൽ 50 മുതൽ 60% ഒക്കെ ഫാറ്റ് കാണപ്പെടാറുണ്ട്. അതേസമയം അവരുടെ പാലിൽ ലാക്ടോസ് ആബ്സെന്റ് ആണ്. ചില എൻസൈംസിന്റെയോ അല്ലെങ്കിൽ ചില പ്രോട്ടീൻസിന്റെയോ ആബ്സെൻസ് കാരണം കൊണ്ടും ലാക്ടോസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ലാക്ടോസ് പ്രൊഡക്ഷൻ ഈ പറഞ്ഞ ആനിമൽസിൽ ആബ്സെന്റ് ആണ്. അപ്പോൾ ഇത് ആനിമൽസ് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഒട്ടകത്തിന്റെ പാലിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒട്ടകത്തിന്റെ പാലില് വൈറ്റമിൻ സി കണ്ടന്റ് കൂടുതലാണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻ സി. ബാക്കിയുള്ള മൃഗങ്ങളിലെ മനുഷ്യരുടെ പാലിലാണെങ്കിൽ വൈറ്റമിൻ സി കുറവായിരിക്കും. പക്ഷേ ഒട്ടകത്തിന്റെ പാല് വൈറ്റമിൻ സി റിച്ച് ആണ്. വൈറ്റമിൻ സി നിങ്ങൾക്കറിയാം നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടകപ്പാല് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണെന്ന് പറയാം. ഇനിയുള്ള ഒരു പോയിന്റ്, ബഫലോ മിൽക്ക്, എരുമപ്പാലും പശുവും പാലും തമ്മിൽ കളറിൽ വേരിയേഷൻ കാണാറുണ്ട്. എരുമപ്പാല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതലും ഒരു വൈറ്റിഷ് കളറാണ് എരുമപ്പാലിനുള്ളത്. അതേസമയം പശുവും പാല് ഒരു ഗോൾഡൻ യെല്ലോ കളറിലാണ് കാണപ്പെടുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗോൾഡൻ യെല്ലോ കളർ കൊടുക്കുന്നത് കരോട്ടിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഈ എരുമപ്പാലിൽ കരോട്ടിൻ പിഗ്മെന്റ് മുഴുവനായും വൈറ്റമിൻ എ ആയി കൺവേർട്ടഡ് ആക്കപ്പെടും. അതുകൊണ്ട് തന്നെ എരുമപ്പാല് കൂടുതൽ വൈറ്റിഷ് കളറിലും പശുവും പാല് കൂടുതൽ യെല്ലോയിഷ് കളറിലുമാണ് കാണപ്പെടുന്നത്. അടുത്തത് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. ഞാൻ പറഞ്ഞു, പശുവിന്റെ ലാക്ടേഷൻ പീരീഡിനെ, അത് പാല് ചുരുത്തുന്ന, ഒരു പ്രസവം തൊട്ട് അടുത്ത പ്രസവം വരെ അത് പാല് ചുരുത്തുന്ന ആ പീരീഡിനെ നമ്മൾ 3ആയി തിരിക്കാറുണ്ട്. ഏർലി ലാക്ടേഷൻ, മിഡ് ലാക്ടേഷൻ, ലേറ്റ് ലാക്ടേഷൻ എന്നെല്ലാം പറഞ്ഞ് ആ കാലാവധിയെ നമ്മളിങ്ങനെ തിരിക്കാറുണ്ട്. അങ്ങനെ തിരിക്കുന്ന കാലാവധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലാക്ടേഷൻ തീരുമ്പോൾ, അതായത് എൻഡ് ഓഫ് ലാക്ടേഷൻ അല്ലെങ്കിൽ ലേറ്റ് ലാക്ടേഷൻ പീരീഡിലേക്ക് എത്തുമ്പോൾ പാലിലുള്ള ലാക്ടോസ് കണ്ടന്റ് കുറയുകയും അതേസമയം ക്ലോറൈഡ് കണ്ടന്റ് കൂടുകയും ചെയ്യും. ഈ ക്ലോറൈഡ് കണ്ടന്റ് കൂടുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് ലാക്ടേഷൻ പീരീഡിൽ ലഭിക്കുന്ന പാലിന് മറ്റ് സമയത്ത് ലഭിക്കുന്ന പാലിനേക്കാളും കൂടുതൽ ഉപ്പ് രസം ഉണ്ടായിരിക്കും, കാരണം ക്ലോറൈഡ് കണ്ടന്റ് കൂടുന്നതുകൊണ്ട്. ഇനി വേറൊരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, ലേറ്റ് ലാക്ടേഷനിലേക്ക് എത്തുമ്പോൾ പാലിലുള്ള ഫാറ്റും പ്രോട്ടീൻ കണ്ടന്റും കൂടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡ്രൈ പീരിയഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. കറവ വറ്റിച്ച് നിർത്തുന്ന, പശുവിനെ അടുത്ത പ്രസവത്തിന് തൊട്ട് മുൻപായി കറവ വറ്റിച്ച് നിർത്തുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് പാല് കറന്നെടുക്കാത്തൊരു സമയം. അങ്ങനെ മിനിമം 60 ദിവസമെങ്കിലും, അതായത് 2 മാസം, 60 ദിവസമെങ്കിലും ഡ്രൈ പീരീഡ് കൊടുക്കണമെന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താ? അടുത്ത പ്രസവത്തിൽ ആ പശു ഹെൽത്തി ആയിട്ടിരിക്കുവാനും അടുത്ത പ്രസവം കഴിഞ്ഞ് ലഭിക്കുന്ന പാല് നല്ല ക്വാളിറ്റി, ഫാറ്റ് പെർസെൻറ്റേജ് ആണെങ്കിലും ബാക്കി അതിന്റെ ഈൽഡ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയിലും നല്ല ക്വാണ്ടിറ്റിയിലും പാല് ലഭിക്കണമെങ്കിൽ മിനിമം 60 ദിവസമെങ്കിലും പശുവിന് റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഡ്രൈ പീരീഡ് കൊടുക്കണം എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഇനി കൂടുതൽ നാൾ എൻ്റെ പശു റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഒരു 65 ദിവസത്തിന് മുകളിൽ റെസ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അത് വീണ്ടും പാലിന്റെ ക്വാളിറ്റീനെ ബാധിക്കുകയാണ് ചെയ്യുക. പാലിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും താഴേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പൊ 60 ദിവസം, 45 to 65 ഡേയ്സ് ആണ് സാധാരണ ആ ഒരു പീരീഡ് പറയുക. അതിനകത്ത് ഒപ്റ്റിമമായി 60 ദിവസമാണ് കൊടുക്കേണ്ട ഡ്രൈ പീരീഡ് ടൈം എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ്. അതിനകത്ത് ഒന്നാണ് ഡിസീസ് എന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് പശുവിന്റെ പാലിന്റെ കോമ്പോസിഷനെ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസാണ് മാസ്റ്റൈറ്റിസ്, അല്ലെങ്കിൽ അകിട് വീക്കം എന്ന് പറയുന്നത്. മാസ്റ്റൈറ്റിസ്, ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് മാമറി ഗ്ലാൻഡ്, അതാണ് അകിട് വീക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം മാസ്റ്റൈറ്റിസ് കണ്ടീഷനിൽ, സം ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് കണ്ടീഷനിൽ പശുവിന്റെ പാലിൽ ചില കമ്പോണൻസ് കൂടാറുണ്ട്, ചില കമ്പോണൻസ് കുറയാറുണ്ട്.
അത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൂടുന്നത് ഏത് കുറയുന്നത് ഏത് എന്നെല്ലാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പൊ കൂടുന്ന പോർഷൻസ് അല്ലെങ്കിൽ കൂടുന്നത് എന്തൊക്കെ, മാസ്റ്റേറ്റിസ് വരുമ്പോൾ അല്ലെങ്കിൽ അകഡ് വീക്കം വരുമ്പോൾ എന്തൊക്കെ കമ്പോണൻസ് കൂടുന്നു, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെ കമ്പോണൻസ് കൂടുന്നു? ക്ലോറൈഡിന്റെ കമ്പോണന്റ് കൂടും. ക്ലോറൈഡിന്റെ കമ്പോണന്റ് കൂടുമ്പോൾ നാച്ചുറലി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടും, പാലിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടും. ഇനി അത് പി എച്ച് ആൽക്കലൈൻ ആവും. പി എച്ച് കൂടുക എന്ന് പറഞ്ഞാൽ പി എച്ച് ആൽക്കലൈൻ ആവും. നോർമൽ പി എച്ച് ഒരു ന്യൂട്രലിനോട് അടുത്ത് ഒരു സ്ലൈറ്റ് അസിഡിക് അല്ലെങ്കിൽ ന്യൂട്രലിനോട് അടുത്തുള്ള ഒരു പി എച്ച് ആണ് നോർമൽ കൗ മിൽക്കിന്റെ പി എച്ച് എന്ന് പറയുന്നത്. അതേസമയം അകിട് വീക്കം വന്ന പശുവിന്റെ പാല് കുറച്ചും കൂടി ആൽക്കലൈൻ പി എച്ചിലേക്ക് പോകും. അതുപോലെ തന്നെ സൊമാറ്റിക് സെൽ കൗണ്ട് കൂടും. ഞാൻ ആദ്യത്തെ സ്ലൈഡുകളിൽ പറഞ്ഞിരുന്നു എന്താണ് സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞിരുന്നു. അകിടിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന നോർമലായി കാണപ്പെടുന്ന സെൽ ലൈനിങ് ആണ് സൊമാറ്റിക് സെൽസ്. അത് അതിന്റെ കാലാവധിക്ക് അനുസരിച്ച് അത് കുറച്ച് പാലിക്കൂടെ പുറത്തേക്ക് വരുമെന്നും പറഞ്ഞിരുന്നു. അതേസമയം അകിട് വീക്കം വരുന്ന കണ്ടീഷനിൽ ഈ സൊമാറ്റിക് സെൽസ് കൂടുതലായും നശിച്ചു പോവും, കൊഴിഞ്ഞു പോവും. അത് മുഴുവൻ പാലിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പൊ സൊമാറ്റിക് സെൽ കൗണ്ടും അകിട് വീക്കത്തിന്റെ കണ്ടീഷനിൽ കൂടും. ഇനി കുറയുന്നത് എന്തായിരിക്കും? കുറയുന്നത് പാലിലുള്ള SNF കണ്ടന്റ് ആണ്, സോളിഡ്സ് നോട്ട് ഫാറ്റിന്റെ കണ്ടന്റ് ആണ് കുറയുന്നത്. ആ കുറയുന്നത് സോളിഡ് SNFന്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻസ് ആണ് കെസീനും ലാക്ടോസും എല്ലാം. ഇവരുടെ കണ്ടന്റ് കുറയും. അകിട് വീക്കത്തിന്റെ കണ്ടീഷൻ വരുമ്പോൾ കെസീൻ, ലാക്ടോസ്, SNF എല്ലാം കുറയും. അപ്പൊ കൂടുന്നത് ഏത് കുറയുന്നത് ഏത് എന്നെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ഇനി അടുത്തത് ഫീഡിങ്ങിനനുസരിച്ച് പാലിന്റെ കമ്പോണൻസ് മാറാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് ഏറ്റവും വേരിയബിൾ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് മിൽക്ക് ഫാറ്റ്. ഈ മിൽക്ക് ഫാറ്റിന്റെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത്, മിൽക്ക് ഫാറ്റ് ഉണ്ടാകാൻ കാരണക്കാരൻ എന്ന് പറയുന്നത് പശുവിന്റെ റൂമൻ എന്ന് പറയുന്നത് പശുവിനെ കുറിച്ച് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പശു ഒരു റൂമനന്റ് ആണ്. അതിന്റെ സ്റ്റൊമക്കിന് 4 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിലെ വലിയ കമ്പാർട്ട്മെന്റ് ആണ് റൂമൻ. ആദ്യത്തെ കമ്പാർട്ട്മെന്റ് ആണ് റൂമൻ. അവിടെയാണ് പശു തിന്നുന്ന പുല്ലും കാര്യങ്ങളും ദഹിച്ച് മൈക്രോബ്സിന്റെ സഹായത്താൽ ദഹിച്ച് അതിൽ നിന്നാണ് ഈ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവുന്നത്. അതിനകത്ത് മേജർ ആയിട്ടുള്ള ഒരു വോളറ്റൈൽ ഫാറ്റി ആസിഡ് ആണ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ അസറ്റിക് ആസിഡ് ആണ് പാലില് ഫാറ്റ് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ആണ്. അപ്പൊ ഈ അസറ്റിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ എപ്പോഴായിരിക്കും കുറയുന്നത്? അസറ്റിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് നമ്മൾ റഫേജ് കൊടുക്കുന്നത് കുറയുമ്പോഴാണ് അസറ്റിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയും. റഫേജസ് എന്ന് പറയുന്നത് പുല്ല്, വൈക്കോല് മുതലായ സാധനങ്ങളൊക്കെ റഫേജസ് ആണ്. അപ്പോൾ ഇത്തരം റഫേജസിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞാൽ അസറ്റിക് ആസിഡ് പ്രൊഡക്ഷൻ കുറയും. അതിനനുസരിച്ച് തന്നെ എന്തുണ്ടാവും? മിൽക്ക് ഫാറ്റിന്റെ കമ്പോണന്റ് അല്ലെങ്കിൽ മിൽക്ക് ഫാറ്റിന്റെ കണ്ടന്റും പാലിൽ കുറയും. അപ്പോൾ ഫാറ്റിന്റെ കണ്ടന്റ് കുറഞ്ഞു വരികയാണെന്ന് പറഞ്ഞാൽ റഫേജസ് കൂടുതൽ കൊടുക്കാൻ നോക്കണം. അപ്പൊ അസറ്റിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പൊ അസറ്റിക് ആസിഡ് ആണ് മിൽക്ക് ഫാറ്റിന്റെ പ്രിക്കേഴ്സർ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് പശുവിന്റെ പാലിനെ കുറിച്ച്, മിൽക്കിന്റെ കോമ്പോസിഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് MCQ നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആസ് പെർ FSSA ദ മിനിമം ഫാറ്റ് പെർസെന്റേജ് പ്രസന്റ് ഇൻ കൗ മിൽക്ക് സോൾഡ് ഇൻ കേരള ഷുഡ് ബി. എത്രയായിരിക്കണം? മിനിമം ഫാറ്റ് പെർസെന്റേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിരുന്നു കൗ മിൽക്ക് എന്നുള്ള ലേബലില് കേരളത്തിൽ വിൽക്കപ്പെടുന്ന പാലില് ഇത്ര ശതമാനം ഫാറ്റും ഇത്ര ശതമാനം SNFും മിനിമം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ആൻസർ മനസ്സിൽ വിചാരിക്കുക. ഇതിന്റെ ആൻസർ ആണ് 3.2%. മിനിമം 3.2% എങ്കിലും ഫാറ്റ് പെർസെന്റേജ് പശുവിൻ പാലിൽ അടങ്ങിയിരിക്കണം. കൗമിൽക്കിൽ, കേരളത്തിൽ വിൽക്കപ്പെടുന്ന കൗമിൽക്കിൽ മിനിമം 3.2% ഫാറ്റ് പെർസെന്റേജ് ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് വിച്ച് പാരാമീറ്റർ ഓഫ് മിൽക്ക് ഡിക്രീസസ്? ഞാൻ ലാസ്റ്റത്തെ സ്ലൈഡുകളിലാണ് മാസ്റ്റൈറ്റിസ് വന്നത്. അപ്പൊ പറഞ്ഞിരുന്നു ഇൻക്രീസ് ചെയ്യുന്ന കമ്പോണൻസ് ഉണ്ട്, ഡിക്രീസ് ചെയ്യുന്ന കമ്പോണൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്ക് ക്ലോറൈഡ് കണ്ടന്റ് എന്താ ഉണ്ടാവുന്നത്? ക്ലോറൈഡ് കണ്ടന്റ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിക്രീസ് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. pH എന്താ ഉണ്ടാവുന്നത്? pH കൂടി ആൽക്കലൈൻ ആവുകയാണ് ചെയ്യുന്നത്. ക്ലോറൈഡ് കണ്ടന്റ് കൂടുമ്പോൾ നാച്ചുറലി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഇനി കെസീൻ കണ്ടന്റ്, കെസീനിലേക്ക് പോകുമ്പോൾ SNF കുറയുമെന്ന് പറഞ്ഞിരുന്നു. SNFന്റെ കമ്പോണൻസ് ആണ് കെസീനും ലാക്ടോസും അല്ല. നോർമലി കെസീൻ കണ്ടന്റ് ആണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കുറയുന്നത്. അപ്പോൾ ആൻസർ ഡി ആണ്, കെസീൻ കണ്ടന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് വേരിയബിൾ കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻ മിൽക്ക് ഈസ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് വേരിയബിൾ ഏതാ, ലീസ്റ്റ് വേരിയബിൾ ഏതാണെന്ന് തുടക്കത്തിലെ സ്ലൈഡിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ഏതായിരിക്കും മോസ്റ്റ് വേരിയബിൾ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് മിൽക്ക്?
ഏതായിരിക്കും? ആൻസർ ബി ആണ്. ഫാറ്റ് ആണ് മോസ്റ്റ് വേരിയബിൾ കോൺസ്റ്റുവന്റ് ഇൻ മിൽക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ മിൽക്ക് ഓഫ് ഡാഷ് ലാക്ടോസ് ഈസ് ആബ്സെന്റ്. ലാക്ടോസ് ഇല്ലാത്ത പാലിൽ ലാക്ടോസ് കാണപ്പെടാത്ത ജീവി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ലാക്ടോസ് ആണ് മേജർ മിൽക്ക് ഷുഗർ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ടൈപ്പ് ഓർഗാനിസത്തില്, ഒരു ടൈപ്പ് ജീവി മാമൽസില് പാലില് ലാക്ടോസ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അതേതാണ്? ആൻസർ എ ആണ്. സീലാണ്. സീല്, സീ ലയൺ, സീ ഓട്ടർ, വാൽസ്ട്രസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഓർഗാനിസം മാമൽസ് ലാക്ടോസ് ആബ്സെന്റ് ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മിനിമം ഡ്രൈ പീരീഡ് ഓഫ് ഡാഷ് ഡേയ്സ് ഈസ് റിക്വയർഡ് ഫോർ ഒപ്റ്റിമം മിൽക്ക് പ്രൊഡക്ഷൻ. എത്ര നാളാണ് പശുവിനെ കറവ് പറ്റിച്ച് നിർത്തേണ്ടത്? എത്ര നാളാണ് ഒപ്റ്റിമം എന്ന് പഠിപ്പിച്ചത്? ആൻസർ എ ആണ്. 60 ദിവസമാണ് ഒപ്റ്റിമം മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള മിനിമം ഡ്രൈ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് പാലിന്റെ കോമ്പോസിഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വളരെ ബേസിക്സ് മാത്രമേ നമ്മളിവിടെ കവർ ചെയ്തിട്ടുള്ളൂ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ ഏണസ്റ്റ് അക്കാദമി ഈ ഫാർമസിസ്റ്റന്റ് ഗ്രേഡ് 2 വെറ്റിനറി PSC നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കോഴ്സ് നടത്തുന്നുണ്ട്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് താഴെ തന്നിട്ടുള്ള ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ നമ്പേഴ്സിലോ ബന്ധപ്പെടുക. അപ്പോൾ ഏവരും ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് നന്നായി ഒരുങ്ങാനായി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.